ഹൃദയാഘാതമോ സ്ട്രോക്കോ നേരിടുന്നു. ആ വ്യക്തിയെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചാൽ ജീവൻ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ശാരീരിക വൈകല്യം പോലും ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ ഗോൾഡൻ അവർ എന്ന് വിളിക്കപ്പെടുന്ന സമയത്തിനാണ് ഇതിൽ പ്രധാനം. ബ്രിട്ടനിൽ ആംബുലൻസ് സർവീസുകൾക്കായി കാത്തിരുന്നാൽ ഈ ഗോൾഡൻ അവർ പോയിട്ട് ആ ദിവസം തന്നെ ആശുപത്രിയിൽ എത്തുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. ആംബുലൻസ് സർവീസുകൾ കനത്ത സമ്മർദ്ദത്തിലേക്ക് മാറിയതോടെ ഹൃദയാഘാതവും സ്ട്രോക്കും നേരിട്ട രോഗികളോട് സ്വയം ആശുപത്രിയിൽ എത്തിച്ചേരാനാണ് 999 വിളിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി. തങ്ങൾ കനത്ത സമ്മർദ്ദത്തിലാണ് എന്ന് വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആംബുലൻസ് സർവീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ. പീക്ക് സമയങ്ങളിൽ രോഗികൾ ആശുപത്രിയിലേക്ക് സ്വയം എത്തിച്ചേരുന്നതാണ് നല്ലതെന്ന് 999 കോൾ ഹാൻഡ്ലേഴ്സ് നിർദ്ദേശിക്കുന്നു. രോഗികളുടെ കാത്തിരിപ്പ് നീളുന്ന സാഹചര്യത്തിലാണ് പ്രതികരണത്തിൽ ഈ മാറ്റം ഉൾക്കൊള്ളിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അടിയന്തര വയറുവേദന, വീഴ്ച സംഭവിച്ചവർ, ഛർദ്ദൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിട്ടാൽ സമ്മർദ്ദം മൂലം നിലവിൽ ആംബുലൻസ് ലഭ്യമല്ല എന്നും ഇത് എത്തിച്ചേരാൻ മണിക്കൂറുകൾ എടുക്കുമെന്നുമാണ് അറിയിക്കുക. ഇതിനു പകരം സുരക്ഷിതമായി സ്വയം ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയുമോ എന്നാണ് കോൾ ഹാൻഡേഴ്സ് ചോദിക്കുന്നത്. എന്നാൽ കാറ്റഗറി 3, 4 എന്നിവയ്ക്ക് പുറമെ കാറ്റഗറി 2 കോളുകൾക്കും ഈ രീതിയിലാണ് പ്രതികരണം എന്നതാണ് ഞെട്ടിക്കുന്നത്. സ്ട്രോക്ക്, ഹൃദയാഘാതം എന്നിവയോ പൊള്ളലേൽക്കുകയോ ചെയ്യുന്നവരെ 18 മിനിറ്റിനകം ആംബുലൻസ് കാണണമെന്നാണ് നയമെങ്കിലും ഡിമാൻഡ് വർദ്ധിച്ചതോടെ ഇത് വിജയിക്കുന്നില്ല എന്നതാണ് അവസ്ഥ. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.